ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 26, വിശുദ്ധ മറിയം ബൗവാർദിയുടെ തിരുനാൾ. പാലസ്തീനയുടെ ലില്ലി പുഷ്പം, ചെറിയ അറേബ്യക്കാരി എന്നൊക്കെ അറിയപ്പെടുന്ന മറിയം ബൗവാർദി ഉത്തര ഗലീലയിലെ ഇബ്ലീനിൽ ജനിച്ചു. പിതാവ് എപ്പോഴും യൗസേ പിതാവിനോട് പ്രാർത്ഥിച്ചു, എത്രയും വലിയ വിശുദ്ധനായ യൗസേ പിതാവേ, ഇതാ എൻ്റെ കുഞ്ഞ്, പരിശുദ്ധ കന്യകയാണ് അവളുടെ മാതാവ്. എൻ്റെ മകളെ കൂടി പരിപാലിക്കാൻ കനിയണമേ, അങ്ങ് അവൾക്ക് പിതാവായിരിക്കണമേ. ബാല്യത്തിൽ മറിയത്തിന് സമ്മാനമായി കിട്ടിയ കുഞ്ഞിക്കിളികളെ കുളിപ്പിക്കുന്നതിനിടയിൽ അവയെല്ലാം ചത്തുപോയി. അത് കണ്ട് വിഷാദം നിറഞ്ഞ അവളുടെ ഹൃദയത്തിലേക്ക് ഒരു സ്വർഗീയ സ്വരമെത്തി. ഇങ്ങനെയാണ് എല്ലാം കടന്നു പോകുന്നത്. എന്നാൽ എനിക്ക് നിന്റെ ഹൃദയം നൽകിയാൽ ഞാൻ നിന്നോടത്ത് എന്നെന്നും വസിക്കും. ഇസ്ലാം മത വിശ്വാസിയായ വേലക്കാരൻ വികാരങ്ങളെ മുതലെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് മറിയത്തെ ക്ഷണിച്ചു. ആ ക്ഷണം നിരസിച്ച മറിയത്തെ വാളൂരി കഴുത്തിൽ വെട്ടി. മാരകമായ വെട്ടേറ്റ് മറിയം മരിച്ചെന്ന് കരുതി അയാൾ ഓടി രക്ഷപ്പെട്ടു. പരിശുദ്ധ മറിയം അവളെ മരണത്തിൽ നിന്നും രക്ഷിച്ച് ഒരു ഗുഹയിലെ സുരക്ഷിത സങ്കേതത്തിലേക്ക് മാറ്റി. നീല വസ്ത്രമണിഞ്ഞ ഒരു നേഴ്സ് 1 മാസത്തോളം അവളെ പരിചരിച്ചു. മുറിവ് സൗഖ്യമായപ്പോൾ ആ സ്ത്രീ മറിയത്തോട് പറഞ്ഞു, ഇനി ഒരിക്കലും നീ നിന്റെ കുടുംബത്തെ കാണുകയില്ല. ഫ്രാൻസിലേക്ക് പോയി അവിടെ വച്ച് ഒരു സന്യാസിയാകും. വിശുദ്ധ തെരേസയുടെ മകളാകുന്നതിന് മുമ്പ് നീ യൗസേ പിതാവിൻ്റെ ശിശുവായിരിക്കും. കർമ്മലിൻ്റെ ഒരു ഭവനത്തിൽ സഭാവസ്ത്രം സ്വീകരിക്കും. രണ്ടാമതൊരു ഭവനത്തിൽ വ്രതവാഗ്ദാനം നടത്തും. ബത്ലഹേമിലെ 3ാമത്തെ ഭവനത്തിൽ വെച്ച് നീ മരിക്കും എന്ന കന്യകാംബികയുടെ വാക്കുകൾ നിറവേറി. അറബിക് ഭാഷ സംസാരിക്കുന്ന ഏക സന്യാസിനിയായ മറിയം 1875 ബത്ലഹേമിലെ കർമ്മലീത്ത മഠം സ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റു. മറിയം 1878 ആഗസ്റ്റ് 26 എൻ്റെ യേശുവേ കാരുണ്യമേ എന്നുച്ചരിച്ച് മരണമടഞ്ഞു. 2015 മെയ് 17 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ മറിയം ബൗവാർദിയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച്
പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.